നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 643rd day. Today, second sloka of Pradhama Skandha, 5th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 643 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. നാരദ ഉവാച പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. ഓം തത്സത്. പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിത് ആത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. മഹാഭാഗ്യവാനായിട്ടുള്ള പരാശരപുത്ര, മഹാഭാഗ്യവാനായിട്ടുള്ള പരാശരൻ്റെ പുത്രന. ഭവത ഭവാൻ്റെ ശരീരത്തെ അഭിമാനിക്കുന്നവൻ, അതായത് ശരീരത്തിൽ അഭിമാനമുള്ളവനും മനസ്സിനെ അഭിമാനിക്കുന്നവനുമായ ആത്മാവ്, ശരീരത്തിനെയും മനസ്സിനെയും അഭിമാനിക്കുന്ന ആത്മാവ്. ആത്മാവ് ശരീരത്തോടും മനസ്സോടും കൂടെ. പരിതുഷ്യതി കച്ചിത് പരിതോഷിക്കുന്നുവോ സന്തോഷിക്കുന്നുവോ. അതായത് അല്ലയോ മഹാഭാഗ്യശാലിയായിട്ടുള്ള പരാശരൻ്റെ പുത്രനായ വ്യാസമുനി, അങ്ങയുടെ ദേഹാഭിമാനിയും ചിത്താഭിമാനിയുമായിട്ടുള്ള ആത്മാവ്, ദേഹത്തിലും മനസ്സിലും സന്തോഷിക്കുന്ന ആത്മാവ്, ആ ജീവാത്മാവ് ദേഹത്തോടും മനസ്സോടും കൂടെ വേണ്ടതുപോലെ സന്തോഷമായിട്ടുണ്ടോ? അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖം തന്നെയോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ സാരം. അവിടുന്ന് സന്തോഷമായിട്ടുണ്ടോ? മനസ്സും ശരീരവും ആത്മാവുമൊക്കെ സന്തോഷത്തോടെ തൃപ്തിയോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് സന്തോഷമില്ലാതെയാണ് വ്യാസമുനി ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് ദേവർഷി ഇപ്രകാരം ചോദിക്കുന്നത്. നാരദർ വ്യാസമുനിയോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ആദ്യം തന്നെ സംസാരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നാരദ ഉവാച പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.